സ്റ്റേറ്റ് സിലബസിൽ പഠിക്കുന്ന കുട്ടികൾക്ക് 1-ാം ക്ലാസ് മുതൽ 7-ാം ക്ലാസ് വരെ പഠിക്കുന്ന കുട്ടികൾക്ക് കേട്ടോ ഓഗസ്റ്റ് 21 മുതൽ എക്സാം റിവിഷൻ ക്ലാസ് ലൈവായിട്ട് സ്റ്റാർട്ട് ചെയ്യാണ്. സൂമിലാണ്. ജോയിൻ ചെയ്യാൻ താല്പര്യമുള്ളവർ ഇവിടെ നൽകിയിട്ടുള്ള വാട്സപ്പ് നമ്പർ കണ്ടായിരുന്നോ? 9746487799. ഈ വാട്സപ്പ് നമ്പറിലേക്ക് നിങ്ങൾക്ക് വാട്സപ്പ് മെസ്സേജ് അയക്കാവുന്നതാണ്. ഓക്കെ, ഒരിക്കൽ കൂടി പറയാം. 9746487799. ഈ വാട്സപ്പ് നമ്പറിലേക്ക് എക്സാം റിവിഷൻ ക്ലാസ് ലൈവായിട്ട് പഠിക്കാൻ ആഗ്രഹിക്കുന്ന കുട്ടികൾക്ക് വാട്സപ്പ് മെസ്സേജ് പാരൻസ് അയക്കാവുന്നതാണ്. 1-ാം ക്ലാസ് മുതൽ 7-ാം ക്ലാസ് വരെയാണ് കേരള സ്റ്റേറ്റ് സിലബസിൽ പഠിക്കുന്ന കുട്ടികൾക്കാണ് കേട്ടോ ഓണം ഫസ്റ്റ് ടൈം എക്സാം ക്ലാസ് നടക്കുന്നത്. ക്ലാസ്സിൻ്റെ കൂടുതൽ വിവരങ്ങൾ അറിയുവാനായി ഇവിടെ നൽകിയിട്ടുള്ള വാട്സപ്പ് നമ്പറിൽ നിങ്ങൾക്ക് മെസ്സേജ് ചെയ്യാം. ഇതിനോടൊപ്പം തന്നെ കിഡ്സ് ഏരിയ ഓൺലൈൻ്റെ സ്പെഷ്യൽ കോഴ്സസ് ഏതൊക്കെയാണ് എന്നുള്ളത് കൂടി പരിചയപ്പെടുത്താം. മലയാളം ലെറ്റേഴ്സിൻ്റെ ക്ലാസ് ഉണ്ട്, മലയാളം റീഡിംഗ് ആൻഡ് റൈറ്റിംഗ് ക്ലാസ് ഉണ്ട്, ഇംഗ്ലീഷ് റീഡിംഗ് ആൻഡ് റൈറ്റിംഗ് ക്ലാസ് ഉണ്ട്, ഹിന്ദി ലെറ്റേഴ്സ് ഹിന്ദി റീഡിംഗ് ആൻഡ് റൈറ്റിംഗ് ക്ലാസ് ഉണ്ട്, ഇംഗ്ലീഷ് ഗ്രാമർ ക്ലാസ് ഉണ്ട്, സ്പോക്കൺ ഇംഗ്ലീഷ് ക്ലാസ് നൽകുന്നുണ്ട്, LKG UKG ക്ലാസ് നൽകുന്നുണ്ട്. 1-ാം ക്ലാസ് മുതൽ 7-ാം ക്ലാസ് വരെ പഠിക്കുന്ന കുട്ടികൾക്ക് ട്യൂഷനും കിഡ്സ് ഏരിയ ഓൺലൈൻ നൽകുന്നുണ്ട്. നിങ്ങൾക്ക് ഇതിനെക്കുറിച്ചുള്ള കൂടുതൽ വിവരങ്ങൾ അറിയുവാനായി നിങ്ങൾക്ക് ഏത് കോഴ്സാണോ ആവശ്യം ആ കോഴ്സിനെ കുറിച്ചുള്ള കൂടുതൽ വിവരങ്ങൾ അറിയുവാനായി ഇവിടെ നൽകിയിട്ടുള്ള വാട്സപ്പ് നമ്പറിൽ നിങ്ങൾ എന്ത് ചെയ്താൽ മതി? വോയിസ് മെസ്സേജോ അല്ലെങ്കിൽ ടെക്സ്റ്റ് മെസ്സേജോ അയച്ചാൽ മതിയാകും. ഓക്കെ, നിങ്ങൾക്ക് വിളിക്കാൻ ആഗ്രഹമുണ്ടെങ്കിൽ വിളിച്ചും അന്വേഷിക്കാം. മെസ്സേജ് അയച്ച് അന്വേഷിക്കാവുന്നവർക്ക് അങ്ങനെയും ചെയ്യാവുന്നതാണ്. ഹലോ ചിൽഡ്രൻ, വെൽക്കം ടു കിഡ്സ് ഏരിയ ഓൺലൈൻ ബേസിക് സയൻസ്. നമ്മൾ കുറച്ച് കാര്യങ്ങൾ പഠിച്ചു. ബാക്കിയുള്ള ബേസിക് സയൻസിലെ അടുത്ത ഭാഗം നമ്മൾ പഠിക്കുവാനായിട്ട് പോവാണ്. റെഡിയാണോ? യെസ്. ഓക്കെ, ഫസ്റ്റ് ടൈം എക്സാമിന് ചോദിക്കാവുന്ന ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റ്യനും റിവിഷനും ആണ് നമ്മൾ ഇന്നത്തെ ക്ലാസ്സിൽ നോക്കുന്നത്. ഓക്കെ, പതിവയ്ക്കൽ, ലെയറിംഗ്, പതിവയ്ക്കൽ. എന്താണ് പതിവയ്ക്കൽ എന്നറിയാവോ? നമ്മൾ പുതിയ ചെടികൾ ഉണ്ടാക്കുന്ന കാര്യങ്ങളെക്കുറിച്ച് പഠിക്കുകയാണല്ലേ. ലെയറിംഗ്, നമുക്ക് ഒരു ചെടി ഉണ്ട്, അതായത് നമ്മളൊരു ചെടി നട്ടിട്ടുണ്ട്, അത് നല്ല ഫലം തരുന്ന നല്ല ചെടിയാണ്. അതിൽ നിന്നും അതിൻ്റെ തന്നെ അതേ സ്വഭാവ ഗുണങ്ങളുള്ള പുതിയ തൈകൾ നമുക്ക് 2 രീതിയിൽ നമ്മൾ ഉണ്ടാക്കിയെടുക്കുകയാണ്. ആ ചെടിയെ നിർത്തിക്കൊണ്ട് തന്നെ പുതിയ ചെടികൾ ഉണ്ടാക്കുകയാണ്. അതെങ്ങനെയാണ് നമുക്ക് നോക്കാം. പതിവയ്ക്കൽ, ലെയറിംഗ്. Layering is the practice of producing plantlets by cutting and planting the stem of a mother plant after generating roots from it. പേടിക്കണ്ട, എളുപ്പത്തിൽ പറഞ്ഞുതരാം. ലെയറിംഗ് എന്ന് പറഞ്ഞാൽ നമ്മുടെ ഒരു മാതൃസസ്യം മദർ പ്ലാന്റ് ഉണ്ടാകും. ഓക്കെ, മദർ പ്ലാന്റിന്റെ സ്റ്റെം ഓഫ് എ മദർ പ്ലാന്റ് അതറിയാലോ. സ്റ്റെം ഓഫ് എ മദർ പ്ലാന്റ്, മാതൃസസ്യത്തിന്റെ കമ്പുകളിൽ. മാതൃസസ്യത്തിന് ഒത്തിരി ബ്രാഞ്ച് കാണത്തില്ലേ? ആ ബ്രാഞ്ചിൽ ഏതെങ്കിലും ഒരു സ്റ്റെം, ഒരു കമ്പ്, നല്ല ആരോഗ്യമുള്ള ഒരു കമ്പ്. ഓക്കെ, മാതൃസസ്യത്തിന്റെ കമ്പുകളിൽ സ്റ്റെം ഓഫ് എ മദർ പ്ലാന്റ്. അത്രയും മനസ്സിലായല്ലോ. സ്റ്റെം ഓഫ് എ മദർ പ്ലാന്റ്, മാതൃസസ്യത്തിന്റെ സ്റ്റെം കമ്പുകളില് വേര് മുളപ്പിച്ച ശേഷം വേര് മുളപ്പിക്കും. അതെങ്ങനെയാണെന്ന് നിങ്ങൾ പഠിച്ചിട്ടുണ്ട്. നമ്മൾ കമ്പുകളിൽ ഒരു പ്ലാസ്റ്റിക് കോട്ടിങ് വെച്ച് നമ്മളൊരു കാര്യം ചെയ്യും. പഠിച്ചിട്ടുണ്ടോ? കെട്ടിവെക്കും, അങ്ങനെ അവിടെ വേരുണ്ടാകും. പഠിച്ചിട്ടില്ലേ? യെസ്. ആ രീതിയിൽ ഉണ്ടാക്കുന്ന പുതിയ തൈകൾ, അങ്ങനെ ഉണ്ടാക്കുന്നതാണ് പതിവയ്ക്കൽ എന്ന് പറയുന്നത് കേട്ടോ. മാതൃസസ്യത്തിന്റെ കമ്പുകളിൽ വേര് മുളപ്പിച്ച ശേഷം ആ ഭാഗം മുറിച്ചു നടും. അങ്ങനെ അത് പുതിയ തൈയായിട്ട് മാറും. മാതൃസസ്യത്തിൽ നിന്ന് വച്ചുകൊണ്ട് തന്നെ മാതൃസസ്യത്തിന്റെ കമ്പുകളിൽ നിന്ന് വേര് മുളപ്പിച്ച് അത് മുറിക്കുമ്പോൾ അതിനെന്ത് ചെയ്യും? ആ കമ്പിന് വേരുണ്ടാകും. അത് നട്ട് പുതിയ തൈ ഉണ്ടാക്കുന്നതാണ് പതിവയ്ക്കൽ. എങ്ങനെയാണെന്ന് നോക്കാം. പ്രൊഡ്യൂസിങ് പ്ലാന്റ്ലെറ്റ്സ് ബൈ കട്ടിംഗ് ആൻഡ് പ്ലാന്റിങ്. മുറിച്ച് നടുന്നു.
ദ സ്റ്റെം ഓഫ് ദ മദർ പ്ലാന്റ്. എന്തിനാ? മദർ പ്ലാന്റിന്റെ സ്റ്റെമ്മിനെ എപ്പോഴാ? ആഫ്റ്റർ ജനറേറ്റിംഗ് റൂട്ട്സ് ഫ്രം ഇറ്റ്. അതിൽ നിന്ന് റൂട്ട്സ് മുളച്ച ശേഷം. അപ്പൊ ഇങ്ങനെ ഓർമ്മിക്കുക, പ്രൊഡ്യൂസിങ് പ്ലാന്റ്ലെറ്റ്സ്, പ്രൊഡ്യൂസ് ചെയ്യുന്നു, ഉണ്ടാക്കുന്നു. എങ്ങനെയാ പ്രൊഡ്യൂസിങ് പ്ലാന്റ്ലെറ്റ്സ്? ബൈ കട്ടിംഗ് ആൻഡ് പ്ലാന്റിങ്. മുറിക്കുന്നു, നടുന്നു. ഇത്രയും ഓർമ്മയിരിക്കുമല്ലോ. പ്രൊഡ്യൂസിങ് പ്ലാന്റ്ലെറ്റ്സ്, പുതിയ തൈകൾ പ്രൊഡ്യൂസ് ചെയ്യുന്നു, ഉണ്ടാക്കുന്നു. പ്രൊഡ്യൂസിങ് പ്ലാന്റ്ലെറ്റ്സ്, പുതിയ തൈകൾ ഉണ്ടാക്കുന്നു. ബൈ കട്ടിംഗ് ആൻഡ് പ്ലാന്റിങ്, മുറിച്ച് നടുന്നതിലൂടെ. എന്താ മുറിച്ച് നടുന്നേ? The stem of a mother plant. Cutting and planting the stem of a mother plant. Cutting and planting the stem of a mother plant. പറഞ്ഞേ, cutting and planting the stem of a mother plant. After generating roots from it. After generating roots from it. അതിൽ റൂട്ട്സ് മുളപ്പിച്ച ശേഷം, ആ കമ്പുകളിൽ റൂട്ട്സ് മുളപ്പിച്ച ശേഷം മദർ പ്ലാന്റിൽ നിന്ന് എന്ത് ചെയ്യുന്നു? ആ കമ്പിനെ കട്ട് ചെയ്ത് നടുന്നു. അതാണ് ലെയറിംഗ്. മാതൃസസ്യത്തിന്റെ കമ്പുകളിൽ വേര് മുളപ്പിച്ച ശേഷം ആ ഭാഗം മുറിച്ച് നട്ട് പുതിയ തൈകൾ ഉണ്ടാക്കുന്ന രീതിയാണ് പതിവയ്ക്കൽ. മനസ്സിലായോ? മാതൃസസ്യത്തിന്റെ കമ്പുകളിൽ വേര് മുളപ്പിച്ച ശേഷം ആ ഭാഗം മുറിച്ച് നട്ട് പുതിയ തൈകൾ ഉണ്ടാക്കുന്ന രീതിയാണ് പതിവയ്ക്കൽ. പതിവയ്ക്കൽ, ലെയറിംഗ് എന്ന് പറഞ്ഞാൽ എന്താ? പ്രൊഡ്യൂസിങ് പ്ലാന്റ്ലെറ്റ്സ്, പുതിയ തൈകൾ ഉണ്ടാക്കുന്നു. എങ്ങനെയാ? ബൈ കട്ടിംഗ് ആൻഡ് പ്ലാന്റിങ് ദ സ്റ്റെം ഓഫ് എ മദർ പ്ലാന്റ് ആഫ്റ്റർ ജനറേറ്റിംഗ് റൂട്ട്സ് ഫ്രം ഇറ്റ്. ഇത്രയും മനസ്സിലായല്ലോ. ഇപ്പൊ ലെയറിംഗ് എന്ന് പറഞ്ഞാൽ പ്രൊഡ്യൂസിങ് പ്ലാന്റ്ലെറ്റ്സ്, പുതിയ തൈകൾ ഉണ്ടാക്കുന്നു. ബൈ എങ്ങനെയാ? കട്ടിംഗ് ആൻഡ് പ്ലാന്റിങ്, മുറിച്ച് നടുന്നതിലൂടെ. എന്താ? ദ സ്റ്റെം ഓഫ് എ മദർ പ്ലാന്റ്, മദർ പ്ലാന്റിന്റെ സ്റ്റെം. ആഫ്റ്റർ ജനറേറ്റിംഗ് റൂട്ട്സ് ഫ്രം ഇറ്റ്, അതിൽ റൂട്ട്സ് മുളപ്പിച്ച ശേഷം മദർ പ്ലാന്റിന്റെ സ്റ്റെമ്മിനെ മുറിച്ച് നടുന്ന രീതിയാണ് പതിവയ്ക്കൽ. മാതൃസസ്യത്തിന്റെ കമ്പുകളിൽ വേര് മുളപ്പിച്ച ശേഷം ആ ഭാഗം മുറിച്ച് നട്ട് പുതിയ തൈകൾ ഉണ്ടാക്കുന്ന രീതിയാണ് പതിവയ്ക്കൽ. സംശയമുണ്ടോ? ഉണ്ടോ? ഇല്ല. നമുക്കതെങ്ങനെ, ഏതൊക്കെ ചെടികളിൽ ചെയ്യാം? ഗുവ, പേര, സപ്പോട്ട, ജാമ്പ, ജാവ ആപ്പിൾ അല്ലെങ്കിൽ ചാമ്പ, ആൽമണ്ട്, ബദാം, ഫിഗ്, അത്തി, ഇതിലൊക്കെ നമുക്ക് എന്ത് ചെയ്യാം? ഇതുപോലെ പതിവയ്ക്കൽ, ലെയറിംഗ് ചെയ്ത് പുതിയ തൈകൾ ഉണ്ടാക്കാം. ഓക്കെ, ലെയറിംഗ് ചെയ്ത് പുതിയ തൈകൾ ഉണ്ടാക്കുന്ന ചെടികളുടെ ഉദാഹരണങ്ങൾ ഏതൊക്കെയാ? ഗുവ, പേര, സപ്പോട്ട, ജാമ്പ അല്ലെങ്കിൽ ജാവ ആപ്പിൾ, ചാമ്പ, ആൽമണ്ട്, ബദാം, ഫിഗ്, അത്തി, ഇതുപോലുള്ള എല്ലാ മരങ്ങളിലും നമുക്ക് എന്ത് ചെയ്യാം? ലെയറിംഗ് ചെയ്യാം, പതിവയ്ക്കൽ ചെയ്യാം. കറി ലീവ്സിലൊക്കെ ചെയ്യാം കേട്ടോ. കറി ലീവ്സ് ഇതിലൊക്കെ നമുക്ക് ചെയ്യാൻ പറ്റും. ഓക്കെ, പതിവയ്ക്കൽ മനസ്സിലായല്ലോ, ലെയറിംഗ് മനസ്സിലായല്ലോ. അങ്ങനെയാണെങ്കിൽ നാഗപതിവയ്ക്കൽ, സെർപെന്റൈൻ ലെയറിംഗ്. നാഗപതിവയ്ക്കൽ, സെർപെന്റൈൻ ലെയറിംഗ് നമുക്ക് എങ്ങനെ ചെയ്യാം? ഇൻ പ്ലാന്റ്സ്, ചെടികളിൽ ലെയറിംഗ് ക്യാൻ ബി ഡൺ, പതിവയ്ക്കൽ നടത്താം. എങ്ങനെയാ? ബെൻഡിങ് ദ ലോങ് ബ്രാഞ്ചസ്, നീളമുള്ള ബ്രാഞ്ചിനെ വളയ്ക്കുക. ഇൻടു ദ സോയിൽ, മണ്ണിലേക്ക് വളച്ചു വെക്കുക. ആൻഡ് കവറിങ് ദ ബ്രാഞ്ചസ് വിത്ത് സോയിൽ, എന്നിട്ട് ആ ബ്രാഞ്ചസിന്റെ മുകളിൽ മണ്ണിടുക. അറ്റ് ഇന്റർവെൽസ്, ഓരോ ഇടവിട്ട്, അതായത് നോട്ട്സ് നോക്കി. അതിൽ നമ്മളിങ്ങനെ ഒരു നോഡ് ഉണ്ടാവുമല്ലോ, നമുക്ക് മുറിക്കാൻ പറ്റുന്ന ഭാഗത്തിന് ഒരു ചെറിയൊരു ബഡ്ജായിട്ട് നിൽക്കത്തില്ലേ? നോട്ട്സ് നോക്കി എന്ത് ചെയ്യുക? നമ്മൾ മണ്ണിൽ താഴ്ത്തി വെച്ച് മണ്ണിടുക. അവിടെ പുതിയ വേരുണ്ടാകും. അതിനെയാണ് പറയുന്നത് നാഗപതിവയ്ക്കൽ, സെർപെന്റൈൻ ലെയറിംഗ്. ടീച്ചർ പറഞ്ഞു തരാം, പേടിക്കണ്ട, നല്ലതുപോലെ മനസ്സിലാക്കി പറഞ്ഞു തരാം. ചെടികളുടെ നീളമുള്ള ശാഖകൾ, ചെടികളുടെ നീളമുള്ള ശാഖകൾ, ലോങ് ബ്രാഞ്ചസ്, ലോങ് ബ്രാഞ്ചസ്, നീളമുള്ള ശാഖകൾ മണ്ണിനടിയിലേക്ക് വളച്ചു വെച്ച് പല ഭാഗങ്ങളിൽ, പർവ്വഭാഗങ്ങളിൽ എന്ന് പറയും, അല്ലെങ്കിൽ പല ഭാഗങ്ങളിൽ എന്ന് പറഞ്ഞാൽ ഈ പർവ്വഭാഗത്താണ്, നോട്ട്സിലാണ് ഇത് ചെയ്യാനുള്ളത്. അതായത് ഇങ്ങനെ ചെറിയൊരു ബഡ്ജ് പോലെ നിൽക്കും, ഇങ്ങനെ വളഞ്ഞു വളഞ്ഞു പോകാൻ, നമുക്ക് മുറിച്ചെടുക്കാൻ എളുപ്പത്തിന്. കണ്ടിട്ടില്ലേ? ആ ഭാഗത്ത് എന്ത് ചെയ്യുക?
നമ്മൾ മണ്ണിനടിയിലേക്ക് വളച്ചു വെക്കുക. എന്നിട്ട് എന്ത് ചെയ്യണം? മണ്ണിട്ട് മൂടി പതിവെക്കുക. പതിവെക്കുക എന്ന് പറഞ്ഞാൽ അവിടുത്തെ വേര് മുളപ്പിക്കുക. മണ്ണിട്ട് മൂടി പതിവെക്കുക. മനസ്സിലായല്ലോ? അപ്പൊ നാഗപതിവയ്ക്കൽ, സെർപെന്റൈൻ ലെയറിംഗ് എങ്ങനെയാണ്? ഇൻ പ്ലാന്റ്സ്, ചെടികളിൽ ലെയറിംഗ് ക്യാൻ ബി ഡൺ. ലെയറിംഗ് നടത്താം. എങ്ങനെയാ? എങ്ങനെയാ ലെയറിംഗ് നടത്താൻ കഴിയുന്നത്? ബെൻഡിങ് ദ ലോങ് ബ്രാഞ്ചസ് ഇൻ ടു ദ സോയിൽ. ബെൻഡിങ് എന്ന് പറഞ്ഞാൽ വളയ്ക്കുക. ബെൻഡിങ് ദ ലോങ് ബ്രാഞ്ചസ്, നീളമുള്ള ശാഖകൾ വളയ്ക്കുക. ഇത്രയും പഠിക്കാൻ എളുപ്പമുണ്ടല്ലോ. ഇൻ പ്ലാന്റ്സ്, ചെടികളിൽ ബെൻഡിങ് ദ ലോങ് ബ്രാഞ്ചസ് ഇൻ ടു ദ സോയിൽ. ബെൻഡിങ് വളയ്ക്കുക. ദ ലോങ് ബ്രാഞ്ചസ്, നീളമുള്ള ശാഖകൾ. ബെൻഡിങ് ദ ലോങ് ബ്രാഞ്ചസ് ഇൻടു ദ സോയിൽ, മണ്ണിലേക്ക് വളച്ചു വയ്ക്കുക. ഇത്രയും പറഞ്ഞു നോക്കി. ബെൻഡിങ് ദ ലോങ് ബ്രാഞ്ചസ് ഇൻടു ദ സോയിൽ, മണ്ണിലേക്ക് വളച്ചു വയ്ക്കുക. ആൻഡ് കവറിങ്, മൂടുക. കവറിങ് ദ ബ്രാഞ്ചസ് വിത്ത് സോയിൽ. ഈ ബ്രാഞ്ചസിന് എന്ത് ചെയ്യാം? മണ്ണുകൊണ്ട് മൂടുക. കവറിങ് ദ ബ്രാഞ്ചസ് വിത്ത് സോയിൽ. കവറിങ് ദ ബ്രാഞ്ചസ് വിത്ത് സോയിൽ, മണ്ണുകൊണ്ട് മൂടുക. Bending the long branches into the soil and covering the branches with soil at intervals. ഇടവിട്ട് പല ഭാഗങ്ങളിലായിട്ട്. നോട്ട്സ് നോക്കി, അത് പർവ്വഭാഗങ്ങൾ നോക്കി ഇടവിട്ട് എന്ത് ചെയ്യുക? മണ്ണിട്ട് ഇങ്ങനെ മൂടുക. അറ്റ് ഇന്റർവെൽസ്. ഓക്കെ, സംശയമുണ്ടോ? പറഞ്ഞു നോക്കിയേ. ഇൻ പ്ലാന്റ്സ്, ചെടികൾ എന്ത് ചെയ്യാം? ബെൻഡിങ് ദ ലോങ് ബ്രാഞ്ചസ് ഇൻ ടു ദ സോയിൽ ആൻഡ് കവറിങ് ദ ബ്രാഞ്ചസ് വിത്ത് സോയിൽ at intervals. ഒരിക്കൽ പറഞ്ഞു. in plants, bending the long branches into the soil and covering the branches with soil at intervals. ചെടികളുടെ നീളമുള്ള ശാഖകൾ, നീളമുള്ള ലോങ് ബ്രാഞ്ചസ് ആണ് കേട്ടോ. എന്ത് ചെയ്യണം? മണ്ണിനടിയിലേക്ക് ബെൻഡ് ചെയ്യുക, വളച്ചു വെക്കുക. എന്നിട്ട് പല ഭാഗങ്ങൾ, അത് പർവ്വഭാഗങ്ങൾ വരുന്നിടത്ത് എന്ത് ചെയ്യുക? ഇടവിട്ട് മണ്ണിട്ട് മൂടി വെക്കുക. അവിടെ പുതിയ വേരുണ്ടാകും, നമുക്ക് കട്ട് ചെയ്ത് നടാം. ഓക്കെ, അതാണ് പതിവയ്ക്കുക. സംശയമുണ്ടോ? സംശയമുണ്ടോ? ഇല്ല. അപ്പൊ രണ്ട് രീതിയിൽ നമ്മൾ മാതൃസസ്യത്തിൽ നിന്ന് പുതിയ തൈകൾ ഉണ്ടാക്കുന്ന രീതി പഠിച്ചു. ഏതൊക്കെയാ? ലെയറിംഗ്, പതിവയ്ക്കൽ. ഇത് നാഗപതിവയ്ക്കൽ, സെർപെന്റൈൻ ലെയറിംഗ്. എക്സാമ്പിൾ ചോദിക്കും, വളരെ ഇമ്പോർട്ടന്റ് ആണ്. പതിവയ്ക്കൽ, നാഗപതിവയ്ക്കൽ. കുറച്ച് എക്സാമ്പിൾസ് തന്നിട്ട് അത് തിരിച്ചെഴുതാൻ പറഞ്ഞാൽ അറിയാലോ. നോക്കി. എയർ ലെയറിംഗ് എന്ന് പറഞ്ഞാൽ ടീച്ചർ നേരത്തെ പഠിപ്പിച്ചു. ലെയറിംഗ് നമ്മൾ മാതൃസസ്യത്തിൽ നിർത്തിക്കൊണ്ട് തന്നെ പുതിയ തൈകൾ ഉണ്ടാക്കുന്നു. സെർപെന്റൈൻ ലെയറിംഗ്, നാഗപതിവയ്ക്കൽ. അതിന് ഉദാഹരണങ്ങൾ ഏതൊക്കെയാണ്? ഇത് ടീച്ചർ പറഞ്ഞു. ഗുവ, കാഷ്യൂ ട്രീ, സപ്പോട്ട, റോസ, ചാമ്പ, ജാവ ആപ്പിൾ, ഫിഗ്, ആൽമണ്ട്, ഇതൊക്കെ ഇതിന് എക്സാമ്പിൾ ആണ്. സെർപെന്റൈൻ ലെയറിംഗ് നമുക്ക് എന്തൊക്കെ ചെയ്യാം? നീളത്തിൽ പോകുന്ന ബ്രാഞ്ചസ്, അധികം കനമില്ലാതെ നീളത്തിൽ പോകുന്ന ബ്രാഞ്ചസ് ഏതൊക്കെയുണ്ട്? ബോഗെയിൻവില്ല, ജാസ്മിൻ, മുല്ല, ബെറ്റൽ, വെറ്റ. അതുപോലെ എന്താണ് വെറ്റില കഴിഞ്ഞാൽ? പെപ്പർ, കുരുമുളക്. പെപ്പർ വളരെ വലിയൊരു എക്സാമ്പിൾ ആണ് കേട്ടോ. പെപ്പർ ഓർമ്മിച്ച് വെക്കുക, കുരുമുളക്. ഗ്രേപ്സ്. ഓക്കെ, ഇതൊക്കെ നമുക്ക് എന്ത് ചെയ്യാം? ക്രിസാന്തമം ഒക്കെ നമുക്ക് ചെയ്യാൻ പറ്റും. പേര, കശുമാവ്, സപ്പോട്ട, റോസ്, ചാമ്പ, അത്തി, ബദാം, ഇതെല്ലാം എയർ ലെയറിംഗിൽ വരുന്നതാണ്. സെർപെന്റൈൻ ലെയറിംഗിൽ നാഗപതിവയ്ക്കൽ എന്തൊക്കെ വരും? ബോഗൺവില്ല, മുല്ല, പിച്ചി, കുരുമുളക്, മുന്തിരി, ജമന്തി, വെറ്റില, ഇതൊക്കെ നമുക്ക് എന്ത് ചെയ്യാം? മണ്ണിൽ അതിൻ്റെ ബെൻഡ് ചെയ്ത് വെച്ച് നമുക്ക് അവിടെ മണ്ണിട്ടാൽ എന്ത് ചെയ്യും? അവിടെ നിന്ന് വേര് വന്ന് പുതിയ ചെടികളുണ്ടാവും. സംശയമില്ലല്ലോ. ലെയറിംഗ് പഠിച്ചുവല്ലോ. സെർപെന്റൈൻ ലെയറിംഗ് പഠിച്ചുവല്ലോ. പതിവയ്ക്കലും നാഗപതിവയ്ക്കലും പഠിച്ചുവല്ലോ. നല്ലതുപോലെ അറിയാലോ. ഇനി തെറ്റില്ലല്ലോ. ഇനി അഡ്വാൻറ്റേജസ് ആൻഡ് ഡിസഡ്വാൻറ്റേജസ് ഓഫ് പ്ലാന്റ്സ് പ്രൊഡ്യൂസ്ഡ് ത്രൂ ലെയറിംഗ്. ഈ പതിവയ്ക്കലിലൂടെ നമ്മൾ രണ്ട് പതിവയ്ക്കൽ പറഞ്ഞു. എയർ ലെയറിംഗ് പറഞ്ഞു, സെർപെന്റൈൻ ലെയറിംഗ്. അപ്പോൾ ഈ പതിവയ്ക്കലിലൂടെ ഉൽപ്പാദിപ്പിക്കപ്പെടുന്ന സസ്യങ്ങൾക്ക് അഡ്വാൻറ്റേജസ്, ഗുണങ്ങളും ഉണ്ടാകാറുണ്ട്, ഡിസഡ്വാൻറ്റേജസ്, ദോഷങ്ങളും ഉണ്ടാകാറുണ്ട്. അഡ്വാൻറ്റേജസ് ആൻഡ് ഡിസഡ്വാൻറ്റേജസ് ഓഫ് പ്ലാന്റ്സ് പ്രൊഡ്യൂസ്ഡ് ത്രൂ ലെയറിംഗ് എന്തൊക്കെയാണെന്ന് നോക്കാം.
മാതൃസസ്യത്തിന്റെ ഗുണങ്ങൾ ഉണ്ടാകും. possess the qualities of mother plant. qualities of mother plant possess ചെയ്യും. അതിന്റെ ഗുണങ്ങൾ ഉണ്ടാകും. എന്തിന്റെയാ? മദർ പ്ലാന്റിന്റെ ക്വാളിറ്റീസ് കിട്ടും. മാതൃസസ്യത്തിന്റെ ഗുണങ്ങൾ പുതിയ ചെടികൾക്ക് ഉണ്ടാകും. മാതൃസസ്യത്തിന്റെ മദർ പ്ലാന്റിന്റെ ക്വാളിറ്റീസ് ആ പുതിയ തൈകൾക്ക് കിട്ടും. possess of the qualities of mother plant. മാതൃസസ്യത്തിന്റെ ഗുണങ്ങൾ ഉണ്ടാകും. അടുത്തെന്താ? ചെടിയുടെ വലിപ്പവും ആയുർദൈർഘ്യവും കുറവായിരിക്കും. ചെടിയുടെ വലിപ്പം, അതായത് സൈസ്, അതിന്റെ ആയുർദൈർഘ്യം, ചെടികൾ എത്ര നാൾ നിൽക്കും, ആയുർദൈർഘ്യം, ലൈഫ് സ്പാൻ കുറവായിരിക്കും. ഇപ്പൊ സ്മോൾ സൈസ് ആണ്, ചെടിയുടെ വലിപ്പം ചെറുതായിരിക്കും. ആൻഡ് ഷോർട്ട് ലൈഫ് സ്പാൻ, ആയുർദൈർഘ്യം, അത് കൂടുതൽ കാലം നിലനിൽക്കത്തില്ല. അപ്പോൾ ഇതെന്താണ്? ഡിസ്അഡ്വാൻറ്റേജ് ആണ്. ഓക്കെ, ഇതെന്താണ്? അഡ്വാൻറ്റേജിൽ വരുന്നതാണ്. ഇത് ഗുണത്തിൽ വരുന്നതാണ്. ഇത് ഡിസ്അഡ്വാൻറ്റേജസ്, ഇത് ദോഷവശങ്ങളിൽ വരുന്നതാണ്. അപ്പോൾ ഇനിയും ഉണ്ട്. നമ്മൾ ആദ്യത്തെ 2 സെന്റൻസ് പഠിച്ചതിൽ മാതൃസസ്യത്തിന്റെ ഗുണങ്ങൾ ഉണ്ടാകും, മദർ പ്ലാന്റിന്റെ ക്വാളിറ്റീസ് കിട്ടും, അത് അഡ്വാൻറ്റേജസ്, ഗുണമാണ്. ചെടിയുടെ വലിപ്പം, ആയുർദൈർഘ്യം കുറവായിരിക്കും, സ്മോൾ സൈസ് ആയിരിക്കും, ഷോർട്ട് ലൈഫ് സ്പാൻ ആയിരിക്കും, അത് ദോഷമാണ് അല്ലേ. മൂന്നാമത്തെ കാര്യം നോക്കാം. വേഗത്തിൽ പൂക്കുകയും കായ്ക്കുകയും ചെയ്യും. വേഗത്തിൽ തന്നെ പൂക്കുകയും ചെയ്യും, പൂവ് കായായിട്ട് മാറുകയും ചെയ്യും. ഏർലി ഫ്ലവറിംഗ് ആൻഡ് ഫ്രൂട്ടിംഗ്, നേരത്തെ തന്നെ പൂക്കും കായ്ക്കും. ഏർലി ഫ്ലവറിംഗ് ആൻഡ് ഫ്രൂട്ടിംഗ്, ഏർലി ഫ്ലവറിംഗ് ആൻഡ് ഫ്രൂട്ടിംഗ്, വേഗത്തിൽ പൂക്കുകയും കായ്ക്കുകയും ചെയ്യും. ഇത് അഡ്വാൻറ്റേജ് ആണ്. ഇത് നല്ലൊരു കാര്യമാണ് അല്ലേ. വേഗത്തിൽ പൂക്കുകയും കായ്ക്കുകയും ചെയ്യുമെന്നത് ഗുണമുള്ള കാര്യമാണ്, അഡ്വാൻറ്റേജസിൽ ഉൾപ്പെടുത്താവുന്നതാണ്. ഇപ്പൊ മാതൃസസ്യത്തിന്റെ ഗുണങ്ങൾ ഉണ്ടാകും. possess the qualities of mother plant, അത് ഗുണമാണ്, അത് അഡ്വാൻറ്റേജ് ആണ്. ചെടിയുടെ വലിപ്പം സ്മോൾ സൈസ് ആയിരിക്കും, ആയുർദൈർഘ്യം കുറവായിരിക്കും, ഷോർട്ട് ലൈഫ് സ്പാൻ ആയിരിക്കും, അത് ഡിസ്അഡ്വാൻറ്റേജസ് ആണ്, ദോഷവശത്തിൽ വരുന്നതാണ്. വേഗത്തിൽ പൂക്കുകയും കായ്ക്കുകയും ചെയ്യും. ഏർലി ഫ്ലവറിംഗ് ആൻഡ് ഫ്രൂട്ടിംഗ്, വേഗത്തിൽ നേരത്തെ തന്നെ ഫ്ലവറിംഗ് പൂക്കും, ആൻഡ് ഫ്രൂട്ടിംഗ് കായ്ക്കും, അത് അഡ്വാൻറ്റേജസ് ഗുണത്തിൽ വരുന്നതാണ്. തായ് വേരുപടലം ഉണ്ടായിരിക്കില്ല. തായ് വേരുപടലം, ടാപ്പ് റൂട്ട് സിസ്റ്റം, ആബ്സെൻസ് ഓഫ് ടാപ്പ് റൂട്ട് സിസ്റ്റം, തായ് വേരുപടലം ഉണ്ടായിരിക്കില്ല. ടാപ്പ് റൂട്ട് സിസ്റ്റം നിങ്ങൾ 4ാം ക്ലാസ്സിൽ പഠിച്ചിട്ടുണ്ട്. 4ാം ക്ലാസ് മുതലേ പഠിക്കുന്നതാണ് ടാപ്പ് റൂട്ട് സിസ്റ്റം. ടാപ്പ് റൂട്ട് സിസ്റ്റം എന്ന് പറഞ്ഞാൽ അറിയാലോ, വേര് എങ്ങനെയാണ് തായ് വേര് അറിയാലോ പോകുന്നത്, അതാ തായ് വേര് പടലം, ആബ്സെൻസ് ഓഫ് ടാപ്പ് റൂട്ട് സിസ്റ്റം. ടാപ്പ് റൂട്ട് സിസ്റ്റം, തായ് വേര് പടലം ഉണ്ടായിരിക്കില്ല. അത് എന്താണ്? അഡ്വാൻറ്റേജ് ആണ് കേട്ടോ. കൂടുതൽ പരിചരണം ആവശ്യമാണ്. മോർ കെയർ, റിക്വയർ മോർ കെയർ, അത് ഡിസ്അഡ്വാൻറ്റേജസിൽ വരുന്നതാണ്, ദോഷത്തിൽ വരുന്നതാണ്. കൂടുതൽ പരിചരണം ആവശ്യമാണ്. റിക്വയർ മോർ കെയർ, ഇത് ഡിസ്അഡ്വാൻറ്റേജസ്, ദോഷവശത്ത് വരുന്നതാണ്. അപ്പൊ 5 കാര്യങ്ങൾ നമ്മൾ പഠിച്ചു. മദർ പ്ലാന്റിന്റെ ക്വാളിറ്റീസ് ഉണ്ടാകും എന്നുള്ളത് എന്താ? അഡ്വാൻറ്റേജസിൽ വരുന്നതാണ്. അടുത്തെന്താ പഠിച്ചേ? തായ് വേരുപടലം ഉണ്ടായിരിക്കില്ല എന്നുള്ളത്, ടാപ്പ് റൂട്ട് സിസ്റ്റം ഉണ്ടായിരിക്കില്ല എന്നുള്ളത് അഡ്വാൻറ്റേജസ് ആണ്. സ്മോൾ സൈസും ലൈഫ് സ്പാൻ ഷോർട്ട് ആണ്, അത് ഡിസ്അഡ്വാൻറ്റേജസ് ആണ്. കൂടുതൽ പരിചരണം ആവശ്യമാണ്, റിക്വയർ മോർ കെയർ, അത് ഡിസ്അഡ്വാൻറ്റേജസിൽ വരുന്നതാണ്. അപ്പോൾ മനസ്സിലായല്ലോ, ഈ ലെയറിങ്ങിലൂടെ ഉണ്ടാവുന്ന ചെടികളുടെ നല്ല വശങ്ങളും മോശം വശങ്ങളും ദോഷങ്ങളും നമ്മൾ പഠിച്ചു. ഓക്കെ, ഇത്രയും കാര്യങ്ങൾ മനസ്സിലായോ? ലെയറിംഗ് മനസ്സിലായോ? യെസ്. ഓക്കെ ഓക്കെ ചിൽഡ്രൻ, ബൈ ബൈ, താങ്ക് യു. കേരള സ്റ്റേറ്റ് സിലബസിൽ പഠിക്കുന്ന കുട്ടികൾക്ക് 1ാം ക്ലാസ് മുതൽ 7ാം ക്ലാസ് വരെ പഠിക്കുന്ന കുട്ടികൾക്ക് കേട്ടോ, ഓഗസ്റ്റ് 21 മുതൽ എക്സാം റിവിഷൻ ക്ലാസ് ലൈവായിട്ട് സ്റ്റാർട്ട് ചെയ്യാണ്. സൂമിലാണ്. ജോയിൻ ചെയ്യാൻ താല്പര്യമുള്ളവർ ഇവിടെ നൽകിയിട്ടുള്ള വാട്സപ്പ് നമ്പർ കണ്ടായിരുന്നോ? 9746487799. ഈ വാട്സപ്പ് നമ്പറിലേക്ക് നിങ്ങൾക്ക് വാട്സപ്പ് മെസ്സേജ് അയക്കാവുന്നതാണ്. ഓക്കെ, ഒരിക്കൽ കൂടി പറയാം, 9746487799. ഈ വാട്സപ്പ് നമ്പറിലേക്ക് എക്സാം റിവിഷൻ ക്ലാസ് ലൈവായിട്ട് പഠിക്കാൻ ആഗ്രഹിക്കുന്ന കുട്ടികൾക്ക് വാട്സപ്പ് മെസ്സേജ് പാരൻസ് അയക്കാവുന്നതാണ്.
1-ാം ക്ലാസ് മുതൽ 7-ാം ക്ലാസ് വരെയാണ് കേരള സ്റ്റേറ്റ് സിലബസിൽ പഠിക്കുന്ന കുട്ടികൾക്കാണ് കേട്ടോ ഓണം ഫസ്റ്റ് ടൈം എക്സാം ക്ലാസ് നടക്കുന്നത്. ക്ലാസ്സിൻ്റെ കൂടുതൽ വിവരങ്ങൾ അറിയുവാനായി ഇവിടെ നൽകിയിട്ടുള്ള വാട്സപ്പ് നമ്പറിൽ നിങ്ങൾക്ക് മെസ്സേജ് ചെയ്യാം. ഇതിനോടൊപ്പം തന്നെ കിഡ്സ് ഏരിയ ഓൺലൈൻ്റെ സ്പെഷ്യൽ കോഴ്സസ് ഏതൊക്കെയാണ് എന്നുള്ളത് കൂടി പരിചയപ്പെടുത്താം. മലയാളം ലെറ്റേഴ്സിൻ്റെ ക്ലാസ് ഉണ്ട്, മലയാളം റീഡിംഗ് ആൻഡ് റൈറ്റിംഗ് ക്ലാസ് ഉണ്ട്, ഇംഗ്ലീഷ് റീഡിംഗ് ആൻഡ് റൈറ്റിംഗ് ക്ലാസ് ഉണ്ട്, ഹിന്ദി ലെറ്റേഴ്സ് ഹിന്ദി റീഡിംഗ് ആൻഡ് റൈറ്റിംഗ് ക്ലാസ് ഉണ്ട്, ഇംഗ്ലീഷ് ഗ്രാമർ ക്ലാസ് ഉണ്ട്, സ്പോക്കൺ ഇംഗ്ലീഷ് ക്ലാസ് നൽകുന്നുണ്ട്, LKG UKG ക്ലാസ് നൽകുന്നുണ്ട്. 1-ാം ക്ലാസ് മുതൽ 7-ാം ക്ലാസ് വരെ പഠിക്കുന്ന കുട്ടികൾക്ക് ട്യൂഷനും കിഡ്സ് ഏരിയ ഓൺലൈൻ നൽകുന്നുണ്ട്. നിങ്ങൾക്ക് ഇതിനെക്കുറിച്ചുള്ള കൂടുതൽ വിവരങ്ങൾ അറിയുവാനായി നിങ്ങൾക്ക് ഏത് കോഴ്സാണോ ആവശ്യം ആ കോഴ്സിനെ കുറിച്ചുള്ള കൂടുതൽ വിവരങ്ങൾ അറിയുവാനായി ഇവിടെ നൽകിയിട്ടുള്ള വാട്സപ്പ് നമ്പറിൽ നിങ്ങൾ എന്ത് ചെയ്താൽ മതി, വോയിസ് മെസ്സേജോ അല്ലെങ്കിൽ ടെക്സ്റ്റ് മെസ്സേജോ അയച്ചാൽ മതിയാകും. ഓക്കെ, നിങ്ങൾക്ക് വിളിക്കാൻ ആഗ്രഹമുണ്ടെങ്കിൽ വിളിച്ചും അന്വേഷിക്കാം, മെസ്സേജ് അയച്ച് അന്വേഷിക്കാവുന്നവർക്ക് അങ്ങനെയും ചെയ്യാവുന്നതാണ്.